കൃത്യമായ ധാരണകളില്ലാതെ, കൃത്യമായ തെളിവുകളില്ലാതെ വൈറ്റ് സ്വാൻ ടി വി ന്യൂസ് വ്യാജമായിട്ട് ഒരക്ഷരം മിണ്ടത്തില്ല. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്നിരുന്ന് ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന വിഷയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കില്ല എന്ന ഒരു സാമാന്യ ബോധമെങ്കിലും ഒരു മുൻ DCC പ്രസിഡന്റിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോസ് വള്ളൂരിന് ഉണ്ടാകണം എന്നുള്ളതായിരുന്നു നമ്മുടെ അഭ്യർത്ഥന. തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് കൗൺസിലർമാരെ മത്സരിപ്പിക്കാൻ വേണ്ടി, സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടിയിട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്ന് പറയുന്നത് സത്യമല്ല എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് കോടതിയിൽ പോകാം. അതിനുശേഷം കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആ ഡിജിറ്റൽ എവിഡൻസുകളെല്ലാം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കും. ജോസ് വള്ളൂർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ജോസ് വള്ളൂർ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജോസ് വള്ളൂരുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമസ്കാരം സാർ. ജോസ് വള്ളൂരിന്റെ ഒരു വക്കീൽ നോട്ടീസൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഗംഭീരല്ലേ? വായിച്ചിരുന്നു. അതില് മാനനഷ്ടത്തിന് 50 ലക്ഷം നഷ്ടപരിഹാരമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് മാനമുണ്ടോ? അത്രയ്ക്ക് മാനമുണ്ടോ? ഇനി എന്താ മുന്നോട്ടേക്കുള്ള പ്ലാൻ? ഇനി എന്താ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ജോസ് വള്ളൂർ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് അയച്ചിരിക്കുന്നത് സുനിൽ ആൻഡ് ഷിത അസോസിയേറ്റ്സ് അഡ്വക്കേറ്റ്സ്, തൃശ്ശൂരുള്ളതാണ്. ചൂരക്കാട്ടുകര എന്ന സ്ഥലത്തുള്ള പ്രമുഖരായിട്ടുള്ള വല്ല അസോസിയേറ്റ്സ് കയറിയും എന്ത് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നമ്മുടെ ലീഗൽ നോട്ടീസിനൊക്കെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്നിരുന്ന് ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന വിഷയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കില്ല എന്ന ഒരു സാമാന്യ ബോധമെങ്കിലും ഒരു മുൻ DCC പ്രസിഡന്റിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോസ് വള്ളൂരിന് ഉണ്ടാകണം എന്നുള്ളതായിരുന്നു നമ്മുടെ അഭ്യർത്ഥന. പലപ്പോഴും നമ്മൾ ഈ ജോസ് വള്ളൂരുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളും വോയിസ് മെസ്സേജുകളും ഒക്കെ നമുക്ക് വരാറുണ്ട്. പക്ഷേ നമ്മളൊരു പ്രാവശ്യം മാത്രം വടക്കാഞ്ചേരിയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അത് നോട്ടീസിൽ വായിക്കുകയാണ്. തുടർന്ന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു വോയിസ് കേട്ടിരുന്നു. വോയിസിലൊരു വീഡിയോ കണ്ടിരുന്നു. കാരണം എൻ്റെ ജോസേട്ടൻ നല്ല DCC പ്രസിഡൻ്റായിരുന്നു, എൻ്റെ ജോസേട്ടന് എല്ലാവരും കൂടി ഒതുക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ ഹൃദയഭേദകമായ രീതിയിൽ മനോവേദനയോടുകൂടി സംസാരിക്കുന്ന ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കണ്ടതോടുകൂടിയിട്ടാണ് ജോസ് വള്ളൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തകളും ഇനി വേണ്ട. കാരണം ജോസ് വള്ളൂർ ഒരു MLA സ്ഥാനാർത്ഥിയാവാനായിട്ട് ശേഷിയുള്ള ഒരു കക്ഷി തന്നെയാണ്, അതിനകത്ത് നമുക്ക് എതിർപ്പില്ല. പക്ഷേ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പലരെയും വെട്ടി ഒതുക്കുമ്പോൾ അവരുടെ വീട്ടിലും ഇതുപോലെ തന്നെ ഭാര്യമാരും അവരുടെ വീട്ടിൽ ഇതുപോലെ വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമെങ്കിലും ജോസ് വള്ളൂർ മനസ്സിലാക്കണം. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം നാട്ടികയിൽ ഈ പ്രാവശ്യം CC മുകുന്ദൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഈ CC മുകുന്ദനെ ഡൽഹിയിൽ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് കോൺഗ്രസ് ആക്കി മാമോദീസ മുക്കി നാട്ടികയിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചയാളാണ് ഈ ജോസ് വള്ളൂർ എന്ന് പറയുന്നത്. അതിനുശേഷം ജോസ് വള്ളൂർ ഒരു കള്ളനെ പോലെ എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പിടിച്ചുപറിക്കാരനെ പോലെ പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ ഓടി വന്ന് ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുന്ന വിഷ്വൽസ് ഇപ്പോഴും നമ്മളുടെ എല്ലാം കണ്ണിന് മുമ്പിൽ തന്നെ ഉണ്ട്. അത് വേറെ ഒരിടത്തും അല്ല, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇതൊക്കെ ലഭ്യമാണ്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് അതിനെതിരെ സുനിൽ ലാലൂർ നാട്ടികയിൽ കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും മത്സരിച്ചിട്ടുള്ള UDF സ്ഥാനാർത്ഥിയുടെ രംഗത്ത് വന്നിരുന്നു. ചില ആളുകൾ BJP മനോഭാവമുള്ള ആളുകളെ കോൺഗ്രസിൽ ചേർത്ത് നാട്ടികയിൽ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് അപലപനീയമാണ് എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം സുനിൽ ലാലൂർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിനകത്ത് ആൺകുട്ടികളില്ലാഞ്ഞിട്ടാണോ നാട്ടികയിൽ പോയി ഇദ്ദേഹം CC മുകുന്ദൻ എന്ന് പറയുന്ന ദാരിദ്ര്യം വിറ്റ് ജീവിക്കുന്ന, അതായത് പലരും മറ്റേ ഈ നമ്മളുടെ കഴിവുകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഫഷനെയും ഒക്കെ ഇതാക്കിയിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷേ ഇത് ദാരിദ്ര്യത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു സിമ്പതി പബ്ലിക്കിനിടയിൽ ഉണ്ടാക്കി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന അധികാരമോഹിയായിട്ടുള്ള സാമ്പത്തിക മോഹിയായിട്ടുള്ള CC മുകുന്ദനെ ഒരു വർഗീയ പാർട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ സംഘപരിവാർ ശക്തികളുടെ പിന്തുണയുള്ള BJP എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് അയാൾ പോകുമ്പോൾ അയാൾ എന്ത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് ജോസ് വള്ളൂരിൻ്റെ ഇതിലേക്ക് വരാം. ജോസ് വള്ളൂരിനെതിരെ നമ്മൾ വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ, അണ്ടർ ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് മൈ ക്ലയൻറ്റ്സ് ശ്രീ ജോസ് വള്ളൂർ, ചാലക്കൽ ഹൗസ്, പുത്തൻപേടിക, അന്തിക്കാട്, തൃശ്ശൂർ, അഡ്വക്കേറ്റ് ഷിത MK ഹാവിംഗ് മൈ ഓഫീസ് അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. മൈ ക്ലയൻറ്റ് ഇൻസ്ട്രക്ട്സ് മീ ടു സ്റ്റേറ്റ് ദാറ്റ് യു ഹാവ് അപ്ലോഡഡ് ഇൻ ദ ഇൻ്റർനെറ്റ്
എ ഷോ ടൈറ്റിൽ വടക്കാഞ്ചേരി അക്കരെ നയിക്കും അരങ്ങത്ത് ജയിക്കും on 5/3/2026, wherein you have made various remarks, statements, and imputations against my client in order to tarnish the image of my client. You have stated that ജോസ് വള്ളൂരാണ് കോൺഗ്രസിൻ്റെ ശാപമെന്നും വടക്കാഞ്ചേരിയിലേക്ക് തോൽക്കാൻ ഷട്ട് അടിച്ചിരിക്കുകയാണെന്നും DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോയതെന്നും ജോസ് വള്ളൂരിൽ ഒല്ലൂരിൽ തന്നെ മത്സരിച്ച് ജയിച്ച് കാണിക്കേണ്ട ഇല്ലതല്ലെന്നും കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ പൈസ ആവശ്യപ്പെട്ടതെന്നും അതിൽ ജോസ് വള്ളൂരിന് പങ്കുണ്ടെന്നും ജോസ് വള്ളൂരിനെ കുറിച്ച് നന്നായി പഠിച്ചെന്നും ജോസ് വള്ളൂരിനെ കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതാനുണ്ടെന്നും അത് ബെസ്റ്റ് സെല്ലർ ആവുമെന്നും സ്വപ്ന സുരേഷിൻ്റെ ബുക്ക് അവിടെ കിടക്കുമെന്നും ജോസ് വള്ളൂരിൻ്റെ പുസ്തകം എഴുതിയാൽ എങ്ങനെ നശിപ്പിച്ചെന്നും യു ആർ കണ്ടിന്യൂഡ് സച്ച് അലിഗേഷൻസ് ഇൻ ദ ഷോ ഫോർ ലോങ് ടൈം. All these statements have been made by you in order to tarnish the image of my client, of the client. In the word grammar mistakes ഉണ്ട്. My client is Jose Vallur having addressed to as stated above. My client is എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് 7 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയിൽ പോകുമെന്നാണ് പറയുന്നത്. ഈ വക്കീൽ നോട്ടീസിൽ നമ്മളുടെ ലീഗൽ ഡിവിഷനേക്കാളും മറുപടി നൽകും. അത് നമ്മൾ നിയമത്തെയും അതോടൊപ്പം തന്നെ ഒരു അഡ്വക്കേറ്റിനെയും ഒക്കെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ജോസ് വള്ളൂരിനോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കയ്യിലിരിക്കുന്ന ജോസ് വള്ളൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വൈറ്റ് സ്വാൻ TV ന്യൂസ് അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ രാജേട്ടനാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. രാജേട്ടൻ നടത്തിയിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ ഒരു ഉപദേശം എന്ന പോലെ തന്നെ പറയാം, മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോകാൻ കാരണം താങ്കളാണ് എന്നുള്ളത് വൈറ്റ് സ്വാൻ TV ന്യൂസ് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന 2024 തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ മുരളീധരൻ്റെ അടക്കമുള്ള ഒരു പരാതിയാണത്. KPCCക്ക് കൊടുത്തിട്ടുള്ള പരാതിയാണത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താങ്കളെ തൃശ്ശൂർ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ള കാര്യം താങ്കൾ മറക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. സംസ്ഥാനത്ത് മാറ്റിയ ഏക DCC പ്രസിഡന്റാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തായിരുന്നു എനിക്ക് സംശയമുണ്ട്. താങ്കളും TN പ്രതാപനും കൂടി തന്നെയാണ് ഈ പറഞ്ഞ മുരളീധരനെ തൃശ്ശൂരിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കുന്നു. അതുകൂടാതെ തന്നെ ഒല്ലൂർ ഇപ്പോൾ താങ്കളുടെ ജന്മസ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു ഒല്ലൂർ. അപ്പോൾ ആ ഒല്ലൂർ നിന്നല്ലേ ജോസ് വള്ളൂർ വിജയിച്ച് കാണിക്കേണ്ടത്, അല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടാണോ, വടക്കാഞ്ചേരി പോയിട്ട് മത്സരിച്ചിട്ടാണോ വിജയിച്ച് കാണിക്കേണ്ടത്? വടക്കാഞ്ചേരിയിലൊക്കെ കോൺഗ്രസ് അനുകൂല മണ്ഡലമല്ലേ? അവിടെയൊക്കെ ഏതെങ്കിലും നല്ല ചെറുപ്പക്കാരെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിന് അനുകൂലമായിട്ട് സാധ്യതകളുള്ളൊരു സ്ഥലമല്ലേ? അവിടെ പോയി മത്സരിക്കേണ്ടത് ജോസ് വള്ളൂരല്ലല്ലോ. ജോസ് വള്ളൂരിനെ സംബന്ധിച്ചിട്ട് ജോസ് വള്ളൂരിൻ്റെ പേരും അതോടൊപ്പം തന്നെ വേറെ 1-2 ആളുകളുടെ പേരുകൾ എനിക്ക് തോന്നുന്നൊരു 3-4 നിയോജക മണ്ഡലങ്ങളിൽ ഇങ്ങനെ എഴുതപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ആ ലിസ്റ്റിൽ, അതായത് തൃശ്ശൂർ DCC കൊടുത്ത ലിസ്റ്റിനകത്ത് എല്ലായിടത്തും ജോസ് വള്ളൂർ എന്ന് കണ്ടതാണ്. നമ്മൾ അന്നൊക്കെ അതിനൊരു വാർത്തയാക്കി ചെയ്യാതിരുന്നതും അതോടൊപ്പം തന്നെ താങ്കൾ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് കൗൺസിലർമാരെ മത്സരിപ്പിക്കാൻ വേണ്ടി, അതായത് സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടിയിട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്ന് പറയുന്നത് സത്യമല്ല എന്ന് താങ്കൾ ഉറപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് കോടതിയിൽ പോകാം. മറിച്ച് ഡിജിറ്റൽ എവിഡൻസുകളുമായിട്ട് ഞങ്ങൾ കോടതിയിലെത്തിക്കോളാം. അതിന് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. അതിനുശേഷം കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആ ഡിജിറ്റൽ എവിഡൻസുകളെല്ലാം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കും. ഇപ്പോൾ വാർത്തകൾ നമ്മൾ പറയുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്ത്യയിലെ നിയമസംഹിതയെയും അതോടൊപ്പം തന്നെ കൃത്യമായ ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളൂ. ഏതെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു സംഭവം എയറിൽ വിട്ട് കഴിഞ്ഞാൽ അതുവഴി ഉണ്ടാകുന്ന എല്ലാ കോൺസിക്വൻസസും കൃത്യമായി ധാരണയുള്ള ആളുകളാണ് ഞങ്ങൾ. 1ാം ക്ലാസ്സിൽ തോറ്റിട്ട് ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകളല്ല എന്നുള്ള ഒരു ധാരണ ജോസ് വള്ളൂരിന് ഉണ്ടാകുന്നത് നല്ലതാണ്. ജോസ് വള്ളൂർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ജോസ് വള്ളൂർ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജോസ് വള്ളൂരുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് ഞാനല്ലല്ലോ, മേയർ സ്ഥാനത്തേക്ക് കാശ് ആവശ്യപ്പെട്ടു എന്നുള്ള ആരോപണം ഉന്നയിച്ചത് ആരാണ്? കോൺഗ്രസിൻ്റെ കൗൺസിലർ തന്നെയല്ലേ? അവരുടെ പേരെനിക്കിപ്പോൾ ഓർമ്മയിൽ കിട്ടുന്നില്ല. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടാണല്ലോ അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജോസ് വള്ളൂരിനോട് നമുക്ക് ഏറെ ബഹുമാനമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തി, തങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല രീതിയിൽ താങ്കൾ ഊർജ്ജസ്വലനായിട്ട് പാർട്ടിക്കകത്തും ജനങ്ങൾക്കിടയിൽ നിൽക്കേണ്ട ആളാണ്. ഞങ്ങൾ വീണ്ടും പറയുകയാണ്, കൃത്യമായ ധാരണകളില്ലാതെ കൃത്യമായ തെളിവുകളില്ലാതെ
വൈറ്റ് സ്വാൻ TV ന്യൂസ് വ്യാജമായിട്ട് ഒരക്ഷരം മിണ്ടത്തില്ല. ജോസ് വാളൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ KPCC സെക്രട്ടറിക്ക്, അതല്ലെങ്കിൽ മുൻ DCC പ്രസിഡന്റിന്, വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹം. പക്ഷെ ചില സമയങ്ങളിൽ ഈ കന്ന് കയം കാണുന്ന പോലെ ഉള്ള ചില പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് സംഭവിക്കും. ജീവിതത്തിൽ തെറ്റുപറ്റാത്തവരായിട്ട് ആരുണ്ട്? എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിൽ തെറ്റുപറ്റും. പക്ഷെ ആ തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോകാൻ സാധിക്കുന്നിടത്താണ് ഒരാളുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജോസ് വള്ളൂരിൻ്റെ ഈ വക്കീൽ നോട്ടീസിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇദ്ദേഹം കോടതിയിൽ പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഡിജിറ്റൽ എവിഡൻസുകളുമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കോടതിയിലെത്തും. കോടതിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, ഇപ്പോൾ കോടതിയിൽ നമുക്ക് സമൻസ് വരും. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 10% കോടതിയിൽ കെട്ടിവെക്കണം. 50 ലക്ഷം ചോദിച്ചാൽ 5 ലക്ഷം കോടതിയിൽ അടക്കണം. അതിനുശേഷം വേണം കോടതിയിൽ നമുക്ക് സമൻസ് വരും. അതിനുശേഷം പിന്നീട് നമ്മൾ അതിൻ്റെ തുടർ പ്രോസസ്സുമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിലേക്ക് വെക്കാം. കാരണം ജോസേട്ടൻ പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ജോസ് വള്ളൂർ പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടോ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടോ, കോർപ്പറേഷൻ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും മനോവേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഏകപക്ഷീയമായ നിലപാടുകളിലേക്ക് പോയിട്ടുണ്ടോ, കോൺഗ്രസിനകത്തൊരു കോക്കസ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയുന്നു, ജോസ് വള്ളൂരിനെ പോലുള്ള ഒരു നേതാവ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ജോസേട്ടൻ നല്ലൊരു DCC പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹമല്ല ഒരിക്കലും കെ മുരളീധരനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്, അദ്ദേഹത്തെ മാറ്റിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് പറഞ്ഞ ചില വിഷ്വൽസ് അത് നമ്മളുടെ കൺമുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ തുടർന്ന് പറയാതിരിക്കുന്നത്. ഏതൊക്കെയായാലും ജോസേട്ടനോട് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം തന്നെ പറയുകയാണ്. ജോസേട്ടൻ്റെ ഭാര്യ കരഞ്ഞതുപോലെ തന്നെ സീറ്റ് നിഷേധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തപ്പെട്ടിട്ടുള്ള ഒരുപാട് ഭാര്യമാർ ഉള്ള ആളുകൾ ഈ പാർട്ടിക്കകത്ത് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കി തെറ്റ് തിരുത്തി മുൻപോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നൊരു ഉപദേശം മാത്രമേ നമുക്ക് നൽകാനുള്ളൂ. തീരുമാനിക്കേണ്ടത് ജോസ് വള്ളൂരാണ്.